ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നൊരു കോളേജ് ഡേ ചെയ്യാമെന്ന് വെച്ചു. ഞങ്ങൾ കോളേജിൻ്റെ അകത്തോടെ നടന്നുകൊണ്ടിരിക്കുക. കാർത്തിക ഉണ്ട്, അവൾ ദേ നടന്നു വരുന്നേ ഉള്ളൂ. ഞങ്ങൾ പിള്ളേരെയൊക്കെ കാരണം ഇച്ചിരി മുമ്പോട്ട് വന്നു ഞാൻ. അങ്ങനെ ഇന്നെങ്കിലും എനിക്കിത് പൂർത്തിയാക്കണം. എപ്പോഴും ഞാൻ എടുക്കും, പാതി വെച്ച് നിർത്തും. ആദ്യം ഞങ്ങൾ EMS ഹാളിലോട്ടാണ് പോകുന്നത്, കാരോട്ടം ക്യാമ്പസിൻ്റെ അകത്തുള്ള. അപ്പോൾ അവിടെ പോയി ഒരു ക്ലാസ്സൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോവുക. അവൾ അതിൻ്റെ ഇടയ്ക്കൂടെ വീഡിയോ എടുക്കുന്നു. ഓക്കെ ഗായ്സ്, ഞങ്ങളങ്ങനെ EMS ഹാളിൻ്റെ അങ്ങോട്ട് വന്നു. അതാണ് ഞങ്ങളുടെ മെയിൻ ഗേറ്റ്. ഇനി ഈ വഴി പോയി അങ്ങോട്ട് തിരിയണം, EMS ഹാളിലോട്ട് പോകാൻ. ഓക്കെ ഗായ്സ്, ഇതാണ് വഴി. സെക്യൂരിറ്റി വിങ്ങൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. ഇവിടെ ഇന്ത്യൻ കോഫി ഹൗസൊക്കെ ഉണ്ട്. ഇതിൻ്റെ അങ്ങോട്ടാണ് EMS ഹാൾ. ഗൈസ്, ഞങ്ങൾ EMS ഹാളിലോട്ട് പോവാം. ഓക്കെ ഗായ്സ്, ഇനി അകത്ത് കയറിയിട്ട് എടുക്കാം. ബൈ. So what practically I will do? ഇങ്ങോട്ട് ഓക്കെ. അങ്ങനെ ഇന്ന് EMS ഹാളിൽ കുറച്ച് ഇൻഡക്ഷൻ പ്രോഗ്രാംസ് ഒക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞു. ഞങ്ങളിനി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്സിലോട്ട് പോവാം. ദേവി ഇതുവരെ വന്നില്ല ഗായ്സ്. ഉച്ചയ്ക്ക് ശേഷമേ വരത്തുള്ളൂ. നമുക്ക് എന്തോ ഒരു എക്സാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി വരുമായിരിക്കും. 1:30 വരെ ഞങ്ങൾക്ക് ബ്രേക്കാണ്. ഇപ്പം 12 മണിയായതേ ഉള്ളൂ ഗായ്സ്. ഗായ്സ്, ഇത് ദീപാഞ്ജന, ഞങ്ങൾക്ക് പുതുതായിട്ട് കിട്ടിയ ഫ്രണ്ടാണ്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണ്, എക്കണോമിക്സ്. ഓക്കെ, ഞങ്ങളിനി ലഞ്ച് കഴിക്കാൻ പോവാം. ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കാം. ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ്, ലാംഗ്വേജിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. ഇന്ത്യൻ ലാംഗ്വേജസ്, ഫോറിൻ ലാംഗ്വേജസ് വേറെ ഉണ്ട്. കുറേ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇത് ക്ലിഫ്. അങ്ങനെ ഇവിടുത്തെ ഏറ്റവും നല്ല അടിപൊളി ഡിപ്പാർട്ട്മെൻറ്റ് ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻറ്റാന്ന് തോന്നുന്നത്. ഇങ്ങോട്ട് നോക്കൂ. ഇതാണ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള വ്യൂ. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് താഴെയാ എക്കണോമിക്സ്. അവിടെ പോയി അറ്റൻഡൻസ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. ഗായ്സ്, ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചിറങ്ങി. നമ്മളിവിടെ എല്ലാം ചുറ്റിക്കറങ്ങാൻ പോവാം. ഇപ്പം 12:30 ആയതേ ഉള്ളൂ. 1:30 വന്നാൽ മതി എന്നല്ലേ പറഞ്ഞേ. അന്നേരം വരാമെന്ന് വെച്ചു. ഓക്കെ ഗായ്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിയോളജി. അവിടെ അല്ലേ നമുക്ക് പോകണ്ടേ? മ്യൂസിയം കാണാൻ പോവാം. ചോദിക്കാം. ഞങ്ങൾ പോയി ആർക്കിയോളജിക്കൽ മ്യൂസിയം കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് ഗൈസ്, ഞങ്ങൾ അകത്ത് കയറി അവിടുത്തെ ഫാക്കൽറ്റീസിനോടൊക്കെ ചോദിച്ചു, പ്രൊഫസേഴ്സിനൊക്കെ. അവർ പറഞ്ഞു 3 പേരായിട്ട് കാണിച്ചു തരൂലെന്ന്. അല്ല, എല്ലാവരെയും കൊണ്ടുവരാൻ പറഞ്ഞു. അവർ അന്നേരം എന്താ എല്ലാം ഒന്ന് ഡിഫൈൻ ചെയ്തൊക്കെ തരാമെന്ന് പറഞ്ഞല്ലേ. അങ്ങനെ ഞങ്ങൾ ചമ്മി ഗൈസ്. ഗൈസ്, ആ ബിൽഡിംഗ് ആണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്. ഹിസ്റ്ററിയും എക്കണോമിക്സും ഒക്കെ അവിടെ. ഞങ്ങൾ ബഗ്ഗിൽ കയറി. ഞങ്ങൾക്ക് കറണ്ടായിട്ട് ഇനി ക്ലാസ് ഒക്കെ നടക്കാൻ പോകുന്നത് ഇവിടെ ആയിരിക്കും. സെൻറ്റർ ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡീസ് ഇവിടെ ആയിരിക്കും. സെൻറ്റർ ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡീസ് അവിടെ ആയിരിക്കും ഞങ്ങൾക്ക് ഇനി ക്ലാസ് ഒക്കെ നടക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഒരുമിച്ചൊക്കെ ആയിരിക്കും, 1 മാസമൊക്കെ അങ്ങനെ ആയിരിക്കും. ഗായ്സ്, ഇതെന്തോ ലൈബ്രറിയാണ്, മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയോ മ്യൂസിയമോ എന്തെങ്കിലും. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്. ഞങ്ങൾ ബഗ്ഗിയിലൊക്കെ കയറി കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വന്നിരിക്കുക ഗായ്സ്. ചോല എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്.
ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യോളജി അങ്ങനെയൊക്കെ എഴുതി കുറച്ച് ഗ്രീനറി. ഞാൻ അതൊക്കെ കാണിച്ചു തരാം. ഗായ്സ് ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുക. വെയിലായതുകൊണ്ട് ഞങ്ങൾക്ക് നടക്കാനും തോന്നുന്നില്ല. ഇനി ബാക്കി അങ്കിൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ ഒന്നും കൂടെ കയറിയാലോ എന്ന് ആലോചിക്കാം. കയറാം, വേണമെങ്കിൽ കയറാം നമുക്കല്ലേ. കയറുക എന്നിട്ട് ഇറങ്ങുക, ഡിപ്പാർട്ട്മെൻറ്റിൽ ഇറങ്ങുക. ആ എന്നിട്ട് ചീത്ത കേൾക്കുക. അതെ ഗായ്സ്, ദേവി ഇതുവരെ വന്നില്ല. ഇപ്പോൾ വരുമായിരിക്കും. ഞങ്ങൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കും. കാർത്തിക് ഞങ്ങളങ്ങനെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഇവിടെ ആക്കിയിട്ട് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റുകാർ ഇവിടെ വരാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുക. ബെഞ്ചിന് ഇതാണ്ടേ ഗായ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക്സ്. ഇതെല്ലാം എക്കണോമിക്സിൻ്റെ തന്നെയാണ്. മേളിൽ ഹിസ്റ്ററി, അവരങ്ങോട്ടാ. ഗായ്സ്, ദേവി വന്നു. ദേവി വന്നു. അവളെ ഇത്ര നേരം ഷൂട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞപ്പോ ഇനി ഫുള്ള് അവളായിരിക്കും അല്ലേ. ദേവി, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? പഠിച്ചിട്ടുള്ളവർക്ക് എളുപ്പമായിരിക്കും. എനിക്കറിയത്തില്ല, ഞാൻ പോയി എഴുതി എത്ര. അതെ, ഇപ്പൊ ഞങ്ങൾ ക്ലാസ്സിലായിരുന്നു ഗൈസ്. ക്ലാസ്സിൽ ഒന്നെങ്കിൽ ഇവരെ നേരത്തെ ഇടും, അല്ലെങ്കിൽ നമ്മളെ നേരത്തെ പോകാൻ പറ്റില്ല. അതെ, ഇപ്പൊ എത്ര മണിയായി? ഇപ്പൊ 4 മണിയായി. ഗൈസ്, പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം, ഞങ്ങളുടെ ക്യാമ്പസിനെ കുറിച്ച് പുറത്ത് നല്ല നല്ല അസംഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. കാരണം അടിയെന്നൊക്കെ ഇത്രയും പാവപ്പെട്ട കോളേജിനെ കുറിച്ച്, ഇത്രയും ശാന്തമായിട്ടുള്ളൊരു കോളേജ് നിങ്ങൾ വേറെ കാണത്തില്ല. അത്രയ്ക്ക് ശാന്തമാണ് ഞങ്ങളുടെ കോളേജില്ല, യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. എന്നിട്ടാണ് അടി വഴക്കുന്നൊക്കെ. ഇവിടെ അടി പോയിട്ട് ഒരു ഒന്നുമില്ലാത്ത അവസ്ഥയാ. അയ്യോ, സെലിബ്രേഷൻ പോലും ഇല്ല ഗൈസ്. അതാണ് പറഞ്ഞു വന്നത്, ഇവിടെ സെലിബ്രേഷൻസ് പോലും ഇല്ല, ഫുൾ സ്റ്റഡി. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ ബുക്ക് റോഡ് അങ്ങനെ നടക്കും. കണ്ടോ, ഇപ്പൊ ഫോണാണ്, ഇപ്പൊ ക്ലാസ് ഇരുന്നാലും ഫോണാ. പക്ഷെ ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ ബുദ്ധികളാവും. അയ്യോ ഗായ്സ്, ഞങ്ങൾ ക്യാമ്പസിന്റെ വെളിയിൽ ഇറങ്ങി. ഇനി ദേവി ഒന്നും കഴിച്ചില്ല എന്ന് നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ ഇവിടെ അടുത്തുള്ള കടയിൽ പോവാ. ഗായ്സ്, ഇതാണ് ഫ്രണ്ട് ഗേറ്റ്. സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക്. ഗൈസ്, ഞാൻ പറഞ്ഞതിനുള്ള തെളിവ് ഞങ്ങളുടെ ക്യാമ്പസിന്റെ മുമ്പ് എഴുതി വെക്കേണ്ട അവസ്ഥ വന്നത് കണ്ടോ ഗൈസ്. ഞാൻ പറഞ്ഞതിന് തെളിവും കാണിച്ചു തന്നു, കണ്ടോ. ഞങ്ങളുടെ ക്യാമ്പസ് വളരെ പാവപ്പെട്ട ക്യാമ്പസ് ആണ് ഗൈസ്. ഒരു അടിയും ഇല്ല, ഒരു വഴക്കുമില്ല. വെരി ക്ലീൻ ക്യാമ്പസ്. ഞങ്ങൾ അപ്സ്റ്റേഴ്സ് കഫേയിൽ വന്നു. ഇവിടെ വൈബൊക്കെ കൊള്ളാം, പക്ഷെ എന്താവോ എന്തോ. ഗൈസ്, നല്ല എസ്തെറ്റിക് കഫേ. ഞങ്ങളങ്ങനെ ഓർഡറൊക്കെ ചെയ്തു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇനി ഇച്ചിരി ഫോട്ടോസൊക്കെ എടുക്കണ്ടേ ഗൈസ്. അങ്ങനെ ഞങ്ങൾ മോമോസ് ഒക്കെ കഴിച്ചു. വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫോട്ടോ എടുത്തല്ലേ. ഞങ്ങൾ ഇവിടെ ഇരുന്ന് സോങ് ഒക്കെ കേൾക്കുക. ഓക്കെ ഗൈസ്, പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ PG-യിലെത്തി ഗൈസ്. ഓക്കെ ഗായ്സ്, ഞങ്ങളങ്ങനെ ഇവിടെ എത്തി റൂമിൽ. ഇനി കുളിക്കണമെന്ന്. എന്നിട്ട് ഇപ്പം ഇവിടെ വന്ന് ഉടനെ അങ്ങ് കിടന്നു ഞങ്ങൾ. ഇനി കുളിക്കാനൊക്കെ പോവാം ഗായ്സ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ്. ബൈ.